ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ച് നമ്മുടെ കേരളത്തിന്റെ പ്രതിനിധികളായി പോയവർ, അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ, അല്ലെങ്കിൽ അവർ കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോ? ചേട്ടൻ എന്താ തോന്നുന്നു? കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി, കേന്ദ്രം ഭരിക്കുന്നത് BJP. ഈ കേരളത്തിന് കിട്ടുന്ന അവകാശങ്ങളൊന്നും കേന്ദ്രം കൊടുക്കുന്നില്ല. കേരളത്തിൽ കൊടുക്കേണ്ട ഓരോ അവകാശങ്ങളുണ്ട്, അതൊന്നും കൊടുക്കുന്നില്ല. അത് കൊടുത്താലേ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. അത് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കൊടുത്താലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വികസനം പിന്നെ ഓരോ പ്രശ്നം ചോദിക്കും. ഇപ്പോഴും അതിനുവേണ്ടി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർ സർക്കാർ കൊടുക്കുന്നില്ല. അവർ ഈ കേരളത്തിന് ഏതെല്ലാം വിധത്തിൽ അട്ടിമറിക്കാൻ നോക്കുക, അതെല്ലാം നോക്കുന്നുണ്ട്, കേന്ദ്രം നോക്കുന്നുണ്ട്. അതിന് സാമ്പത്തികമായ സഹായങ്ങൾ, ഇവിടെയുള്ള വലിയ സഹായങ്ങൾ, അവിടെയുള്ള കംപ്ലീറ്റ് സമ്പത്ത് അവരിലുണ്ട്. അത് കേരളത്തിന് അവകാശപ്പെട്ടത്, അത് കൊടുക്കട്ടെ. ഈ IST ആയാലും മറ്റുള്ള വിവരങ്ങളൊക്കെ പൈസകളൊക്കെ നമ്മുടെ നല്ല പൈസകൾ, അത് അവരൊന്നും കൂടെ കൊടുക്കുന്നില്ല. അപ്പോൾ കേരളത്തിന് കിട്ടുന്ന ഒരു വകുപ്പുണ്ട്, ആ വകുപ്പ് കേന്ദ്രം കൊടുക്കുന്നില്ല. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് 2 മുന്നണികളിലുള്ള MP-മാരാണ്. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള 2 പേരും, ശേഷിക്കുന്ന 18 പേര് UDFൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിൻ്റെ MP-മാരും. ഈ ഐക്യ ജനാധിപത്യ മുന്നണിൻ്റെ MP-മാർ ശരിക്കും ചെയ്തത് നിലവിലുള്ള കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. അതിന് ഏതെല്ലാം മാർഗ്ഗം സ്വീകരിക്കാമോ ആ എല്ലാ മാർഗത്തിലൂടെയും ഈ ഇടതുപക്ഷ സർക്കാരിനെ താർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ കേരളത്തിന് ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്? ഒന്നും ചെയ്തില്ല. ഏത് ചേട്ടൻ പറഞ്ഞത് ഭൂരിപക്ഷത്തിലുള്ള UDF അംഗങ്ങളെയാണ് പറഞ്ഞത്. അതെ. അപ്പോൾ മിച്ചമുള്ള 2 LDF അംഗങ്ങളുണ്ട് ലോക്സഭയിൽ. അവരാണ് കേരളത്തിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ ശബ്ദമുയർത്തിയത്. പാർലമെന്റിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുകഞ്ഞു നിൽക്കുന്ന പല പ്രശ്നങ്ങളിലും ഈ 2 MP-മാർ ശബ്ദിച്ചിട്ടുണ്ട്. ചേട്ടാ, പലപ്പോഴും ലോക്സഭാ അംഗങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ. ഓക്കെ, അതെന്തുകൊണ്ടെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? അത് ഞാനീ പറഞ്ഞ കാഴ്ചപ്പാട് തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഓപ്പോസിറ്റായിട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിലാണ് വിമർശനങ്ങൾ വരിക. തെരഞ്ഞെടുത്ത് അയക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുകയാണോ? ഇത്തവണ എങ്ങനെയായിരിക്കും ഫലങ്ങൾ? ഇതുപോലെ തന്നെ UDFിലെ അംഗങ്ങൾ മെജോറിറ്റി ആയാലും കൂടുതലായി ലോക്സഭയിലേക്ക് എത്തുമെന്ന് ചേട്ടൻ വിചാരിക്കുന്നു? UDFൻ്റെ അംഗങ്ങൾ ഒരിക്കലും കൂടുതലാകുകയല്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 20 LDF ജയിക്കുമെന്നാണ് കരുതുന്നത്. അത് ഒരുപക്ഷെ ആഗ്രഹം കൊണ്ടായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഭൂരിപക്ഷം MP-മാർ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തു നിന്നായിരിക്കും ഉണ്ടാവുക. അതിൽ തർക്കമൊന്നുമില്ല. ഓക്കെ, LDFിൻ്റെ അംഗങ്ങൾ ഇപ്പോൾ 20-ൽ 20 LDF തന്നെ വിജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ, അല്ലെങ്കിൽ അംഗങ്ങൾ തന്നെ നമ്മുടെ ലോക്സഭയിൽ എത്തുകയാണെങ്കിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർക്കാകുമോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പറയുന്നു? അത് നിലവിൽ ഇപ്പം തന്നെ ഈ 2 MP-മാരാണ് കേരളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ പറയുന്നത്. സംസാരിച്ചുകൊണ്ട് മാത്രം ആകില്ല. ബജറ്റ് വിഹിതം കുറഞ്ഞാലും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇതിൽ കാല് പിടിച്ചുകൊണ്ട് ചോദിച്ച് വാങ്ങാൻ ആകൂല. പോരാടിക്കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ചരിത്രം അതാ. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ പ്രകൃതിയോട് പോരാടിക്കൊണ്ടാണ് മുന്നേറി ആദ്യം. പിന്നീട് ഭരണകർത്താക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ മുന്നേറി. അപ്പോൾ കാല് പിടിച്ചും കൊണ്ട് ഔദാര്യത്തിന് വാങ്ങിയെടുക്കേണ്ടതല്ല. അവകാശങ്ങൾ എപ്പോഴും പോരാടിക്കൊണ്ട് തന്നെ വാങ്ങിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ LDF ജയിക്കുകയാണെങ്കിൽ പോരാട്ടം തന്നെയാണ്. ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരും പോരാടിയിരിക്കും. ഉറപ്പല്ലേ ആ കാര്യം? ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ 5 കൊല്ലം നമ്മളിങ്ങനെ മുന്നോട്ട് പോവില്ല. അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ സെൻട്രലിലിരിക്കുന്ന BJP ഇല്ലേ, അവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്, അല്ലേ? അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ ഒരു രാജ്യമായിട്ട് മാറും. ഒരു 10 കൊല്ലത്തിന് മുമ്പുള്ള ഇന്ത്യയായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഉയർത്തിക്കുന്ന അംഗങ്ങൾ ഭൂരിപക്ഷവും UDF നേതാക്കന്മാരാണ്. സോ ഇങ്ങനെ വരുമ്പോൾ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ? അതുകൊണ്ടാണോ ഇപ്പോൾ ഇടയ്ക്ക് ലോക്സഭാ അംഗങ്ങൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്? ഇത് ഇപ്പോൾ MLA ആയാലും MP ആയാലും ആരാണെങ്കിലും എല്ലാവർക്കും അധികാരം മതി. മനസ്സിലായോ? ഇപ്പോൾ 18 പേര് നമ്മുടെ കോൺഗ്രസ് MP-മാരുണ്ട് സെൻട്രലിൽ. അവരിൽ 18 പേരിൽ ഇപ്പം മോഡി പറയുകയാണ് നല്ല സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് മാറും. കോൺഗ്രസ്സുകാരെന്നല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ ഇത്ര ഒരു ഭയം ഉണ്ടാവും മാറാനായിട്ട്. അതെന്തുകൊണ്ടെന്നാണ് പറഞ്ഞാൽ അവർ കേരളത്തിലാണ് അവർ കൂടുതലുള്ളത്, പിന്നെ ബംഗാളിലും. പിന്നെ അവരുടെ പോളിസി അല്ലല്ലോ കോൺഗ്രസിൻ്റെ പോളിസി. ഇപ്പം തന്നെ പ്രേമേന്ദ്രൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. RSPയുടെ ഏറ്റവും വലിയ ശക്തനായ ഒരു നേതാവല്ലായിരുന്നു, അല്ലേ? പുള്ളിക്കാരന് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഭക്ഷണത്തിന് വിളിച്ചു പോയി. അവരുടെ ഒരു
ചായ്വിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. പ്രേമേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കഴിവുള്ള MP ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മോശത്തരം കാണിച്ചതോടുകൂടി അയാളുടെ ഒരു എന്താ അതിൻ്റെ ഒരു ഇമേജ് കുറഞ്ഞുപോയി എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എല്ലാവരും നിൽക്കേണ്ട സ്ഥാനത്ത് തന്നെ നിൽക്കുക, എത്രയും നല്ലത് അതാണ്. പിന്നെ ഇപ്പോൾ LDFൻ്റെ ആണെങ്കിലും സീറ്റുകളെല്ലാം ഈ പറഞ്ഞ മാതിരി ഇന്നലെ ഡിക്ലെയർ ചെയ്തല്ലോ. BJPക്കും ഇത്തവണയും കേരളത്തിൽ അത് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതി വെച്ച്. പിന്നെ ഈ കോൺഗ്രസ്സുകാരുടെ മാറ്റം കൊണ്ട് വല്ലതും സംഭവിച്ചാലേ ഉള്ളൂ, കാലുമാറ്റം. അപ്പൊ ഇപ്പൊ ഇതുവരെ ലോക്സഭാ അംഗങ്ങളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് മനഃപൂർവ്വം ചെയ്യാത്തതാണോ അതോ ചെയ്യാൻ പറ്റാത്തതാണോ ചേട്ടൻ തോന്നുന്നു? ചെയ്യാൻ പറ്റാത്തത് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു 2 പേര് നമ്മുടെ കേരളത്തിൽ പോയി കിടന്നിട്ട് ഒച്ചെടുത്തിട്ട് എന്താ കാര്യമുള്ളത് അല്ലേ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ചേട്ടൻ പറഞ്ഞു 2 പേര് ഒച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 20 പേര് നമുക്ക് വേണ്ടി സംസാരിക്കാനാണ് അവിടെ ഉള്ളത്. പിന്നെയും 2 പേര് എന്ന് പറയുന്നു, എന്തുകൊണ്ടാണ്? അല്ല 2 പേര് അതുകൊണ്ടല്ല, ഈ 18 പേരുടെ ശബ്ദം അവിടെ ഒന്നുമല്ല. 18-20 പേരുടെ ശബ്ദം ഒന്നുമല്ല. കാരണം അവർ വലിയൊരു മെജോറിറ്റിയാണ് അവിടെ ഉള്ളത്. ഇപ്പം തന്നെ നമുക്ക് തന്നെ തരാനുള്ള കാശുകൾ തന്നാൽ മതിയല്ലോ, നമുക്ക് എന്തൊരു സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ കേരളത്തിൽ. അത് തരുന്നുണ്ടോ? ഇവർ 20 പേര് ഒച്ചെടുത്ത് അവർ കാശ് തരുമോ? തരില്ല. ഇപ്പം കർഷകരുടെ സമരം കണ്ടില്ലേ, അവരെന്തുമാത്രം കഷ്ടപ്പെട്ട് പട്ടിണി ഇടുന്നു. അവരാണല്ലോ നമുക്ക് ഭക്ഷണത്തിനുള്ള സാധനം ഉണ്ടാക്കി തരണം. അവരുടെ കാര്യങ്ങൾ വല്ലതും ചെയ്തു കൊടുക്കുന്നുണ്ടോ? എന്താ ഡൽഹിയിൽ നടക്കുന്ന സംഭവം? അതുപോലെ നമ്മുടെ 20 പേര് സെൻട്രലിൽ പോയി കിടന്ന് വെച്ചെടുത്ത് കാണിക്കാൻ പറ്റുമോ? കാണിച്ച വല്ല നടപ്പുണ്ടോ? അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ഒരു ഏകാധിപത്യ ഭരണമായിട്ട് മാറിയേക്കാണ് നമ്മുടെ ഇന്ത്യ. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാൻ സാധിക്കണം. അത് ഈ വരുന്ന 24 ലോക്സഭാ ഇലക്ഷൻ, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ ഇലക്ഷൻ മുതലായവ അതിനുള്ള അല്ല, ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മെജോറിറ്റി എന്തായാലും BJPക്ക് കിട്ടില്ല. കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് ഇല്ല. നിലവിൽ കൂടുതൽ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സീറ്റുകൾ നേടിയിരിക്കുന്നത് UDF ആണ്. അതെ, അപ്പൊ അവർക്കും കുറയും. അവർക്കും കുറഞ്ഞ ഇത്തവണ LDFന് ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 10-ൽ 10 നിൽക്കാൻ സാധ്യതയുണ്ട്. 10 സീറ്റ് LDFനും 10 സീറ്റ് അങ്ങനെ വരാൻ സാധ്യത. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനോട് അഭിപ്രായമില്ലാതെ കേരളത്തിൽ. എന്തുകൊണ്ടാണ്? അത് അവരുടെ ഈ അങ്ങോട്ടുള്ള മാറ്റവും ഇങ്ങോട്ടുള്ള മാറ്റവും കൊണ്ട് ഒരു വിശ്വാസം. ഇപ്പം മുസ്ലിം ലീഗിന് 3 സീറ്റ് കൊടുക്കാമെന്ന് എത്ര വർഷങ്ങളായി പറയണവർ. അവർക്ക് കൊടുക്കില്ല. അവർ ഈ 2 സീറ്റിലിട്ട് അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരെവിടെയെങ്കിലും മാറിയെന്നാൽ അവർക്ക് 3 സീറ്റ് ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ വിട്ടു പോകാനും പറ്റില്ല പെട്ടെന്ന് UDF ന്ന്.